ഹായ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ, ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ നടത്തിയ ഒരു ചെറിയ അന്വേഷണത്തിൽ നിന്ന് ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ച കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതത് പോളിംഗ് സ്റ്റേഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ കാണാൻ സാധിക്കും. അവയിൽ നമുക്കിഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ആ ഒരു പേപ്പർ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുകയായിരുന്നു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ നോർത്ത് പറവൂരിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് കൺട്രോൾ യൂണിറ്റും മറ്റൊന്ന് ബാലറ്റ് യൂണിറ്റും. ഈ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് 5 മീറ്റർ നീളമുള്ള ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ്. ഈ രണ്ട് ഭാഗങ്ങൾക്കും അതിന്റേതായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമാണ് ഈ ഒരു മെഷീൻ നമുക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. ഈ ഒരു മെഷീൻ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ സിലിക്കൺ ഉപയോഗിച്ച് സീൽ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ ആർക്കും അത് ഓപ്പൺ ചെയ്യാതെ അതിനകത്തുള്ള സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റുപകരണങ്ങളോ മാറ്റുവാൻ സാധിക്കില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഭാഗമായിട്ടുള്ള കൺട്രോൾ യൂണിറ്റിൽ ഒരേ സമയം പരമാവധി 4 ബാലറ്റ് യൂണിറ്റുകൾ മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 16 സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 64 ആയിരിക്കും. അഥവാ 64ൽ കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ടെങ്കിൽ പഴയ ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. ഇവിടെ കൺട്രോൾ യൂണിറ്റ് പോളിംഗ് ഓഫീസറുടെ കയ്യിലും ബാലറ്റ് യൂണിറ്റ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ അടുത്തുമായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നത് ബാലറ്റ് യൂണിറ്റ് എന്ന മെഷീനിലാണ്. അവിടെ ആ ഒരു പ്രത്യേക പോളിംഗ് ബൂത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര്, അവരുടെ ചിഹ്നം എന്നത് എഴുതിയിരിക്കും. അതിന് വലതുഭാഗത്തായിട്ട് കാണുന്ന നീല നിറത്തിലുള്ള ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബീപ്പ് ശബ്ദം കേൾക്കാവുന്നതാണ്. അതിനർത്ഥം വോട്ടിംഗ് രേഖപ്പെടുത്തി എന്നാണ്. നമ്മൾ വീണ്ടും ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വോട്ട് രേഖപ്പെടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല. ഒരാൾക്ക് ഒരു സമയം ഒറ്റ പ്രാവശ്യം മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു വോട്ട് എന്നൊരു തത്വം ഇവിടെ പാലിക്കപ്പെടുന്നു. വീണ്ടും അടുത്ത വ്യക്തി വരുന്ന സമയത്ത് പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലുള്ള ബാലറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് വീണ്ടും ബാലറ്റ് യൂണിറ്റ് ആക്റ്റീവ് ആവുക. അങ്ങനെ ഓരോരോ വ്യക്തികൾ വോട്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അടുത്ത വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് എന്ന ബട്ടണിൽ പോളിംഗ് ഓഫീസർ പ്രസ് ചെയ്യും. അതിനുശേഷം ആർക്കും വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഈ ഒരു മെഷീൻ സീൽ ചെയ്തു വെക്കും. പിന്നീട് വോട്ട് എണ്ണുന്ന സമയത്തായിരിക്കും അത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ സീൽ തുറക്കുക. അങ്ങനെ ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്ത് വോട്ടുകൾ ക്ലോസ് ചെയ്യുന്ന ഉടനെ തന്നെ ആകെ കിട്ടിയ വോട്ടുകളുടെ എണ്ണം എടുക്കുന്നു. അത് പോളിംഗ് ഏജന്റിന് കൈമാറുന്നു. ഇങ്ങനെ എടുക്കുന്നതിനുള്ള കാരണം പിന്നീട് വോട്ട് എണ്ണുന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ ആകെ വോട്ടുകൾ കൂട്ടി അത് ആ ഒരു മെഷീനിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടുകൾക്ക് തുല്യമാണോ എന്ന് നോക്കും. അങ്ങനെ നോക്കുന്നത് ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ എന്തോ ക്രമക്കേട് നടന്നു, അല്ലെങ്കിൽ മെഷീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വോട്ട് എണ്ണുന്ന സമയത്ത് റിസൾട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾക്കുമുള്ള വോട്ടുകളുടെ എണ്ണം ലഭിക്കുന്നു. അതിൽ നിന്നും ആരാണോ കൂടുതൽ വോട്ട് കിട്ടിയത് അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, ഇത് ആർക്കെങ്കിലും ഹാക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ മാറ്റുവാൻ സാധിക്കുമോ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വന്ന ചില കണ്ടെത്തലുകളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ആദ്യം വരുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മെഷീന്റെ ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളതാണ്. ഡിസ്പ്ലേ മാറ്റി ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേ അതിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വോട്ട് എണ്ണുന്ന സമയത്ത് ആരാണോ അത് ഫിറ്റ് ചെയ്തത്, ആർക്കാണോ അതുകൊണ്ട് ആവശ്യമുള്ളത്, അയാൾക്ക് അയാളുടെ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള വോട്ട് അതിന്റെ എണ്ണം മാറ്റാവുന്നതാണ്. പക്ഷെ അങ്ങനെ മാറ്റണമെങ്കിൽ സീൽ ചെയ്ത ഈ ഒരു വോട്ടിംഗ് മെഷീൻ അയാൾക്ക് കിട്ടണം, അയാളുടെ കയ്യിൽ കിട്ടണം. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ചെയ്യാവുന്നത് ഡാറ്റ മാറ്റുക എന്നുള്ളതാണ്. അതായത് എത്ര വോട്ട് കിട്ടി എന്നത് മാറ്റുക എന്നുള്ളതാണ് അടുത്ത മാർഗം. അതിന് ചെയ്യാവുന്നത് ഒന്നുകിൽ സോഫ്റ്റ്വെയറുകളിൽ മാറ്റം വരുത്തുക, മറ്റൊന്ന് അതിലുള്ള സോഫ്റ്റ്വെയർ മാറ്റി
വേറൊന്ന് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മെഷീൻ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഒരു മെഷീൻ സീൽ ചെയ്യുന്നു. സീൽ ചെയ്ത് കഴിഞ്ഞ് ഇത് സൂക്ഷിക്കുന്നത് അതീവ സെക്യൂരിറ്റിയോട് കൂടിയാണ്. അത്തരം അവസരങ്ങളിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഇവയെല്ലാം മനുഷ്യന്മാർ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിനകത്ത് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഹാക്ക് പ്രൂഫ് അല്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. എന്നാൽ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് താനും. അതൊക്കെ ഓരോ രാജ്യങ്ങളിലെ നിയമത്തിനും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച് മാറുന്നു. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായിട്ടും സുരക്ഷിതമല്ല എന്നുള്ള ഒരു പ്രശ്നം വന്ന സമയത്താണ് 2012 ജനുവരി 17 ഡൽഹി ഹൈക്കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ബദലായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികളെ കുറിച്ച് അന്വേഷിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ നാട്ടിൽ സമീപ ഭാവിയിൽ വരുന്ന ഒരു സിസ്റ്റമാണ് VVPAT, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് 2013 സെപ്റ്റംബറിൽ നാഗാലാൻഡിലാണ്. എന്താണ് VVPAT സിസ്റ്റം? അതായത് നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന അതേ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അത് അടുത്തുള്ള ഒരു ബോക്സിൽ നമുക്കൊരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വന്നത് കാണാവുന്നതാണ്. അങ്ങനെ ഈ ഒരു പേപ്പർ നമുക്ക് തൊടാൻ സാധിക്കില്ല. അത് ആ ഒരു മെഷീനകത്തായിരിക്കും. ഇങ്ങനെ ഓരോ ആളുകളും ചെയ്യുന്ന വോട്ടുകൾ ഒരു പേപ്പർ രൂപത്തിൽ ആ ഒരു ബോക്സിനകത്തും വീഴുന്നു. പിന്നീട് ഇലക്ഷൻ കഴിയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു അവസരത്തിൽ മാത്രം ഈ ഒരു പേപ്പർ എണ്ണിത്തിട്ടപ്പെടുത്തി ഓരോ വ്യക്തികളുടെയും വോട്ടുകൾ രേഖപ്പെടുത്തുന്നു. അവയിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും പേപ്പറിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണവും തുല്യമാണോ എന്ന് നോക്കുന്നു. അങ്ങനെ തുല്യമാണെങ്കിൽ അതിൽ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്ന് കരുതും. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ട വാർത്ത അത് സത്യമാവുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഒപ്പം ഐഫോൺ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. സ്നേഹപൂർവ്വം, നിഖിൽ.